മുഖ്യമന്ത്രിയും CPIഎമ്മും പരസ്യമായി തള്ളിയതോടെ PV അൻവർ MLA കടുത്ത തീരുമാനത്തിലേക്കെന്ന് സൂചന. ആത്മാഭിമാനം കൂടുതലുണ്ടെന്നും വൈകിട്ട് 4:30 മാധ്യമങ്ങളെ കാണുമെന്നുമാണ് PV അൻവർ അറിയിച്ചിരിക്കുന്നത്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണ് PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി CPI ജില്ലാ കൗൺസിൽ അംഗവും തിരൂരങ്ങാടിയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന നിയാസ് പുളിക്കലകത്ത് രംഗത്തെത്തി. വിവരങ്ങളുമായി വിപിൻ C വിജയൻ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വിപിൻ, അൻവറിന്റെ പുതിയ പോരാട്ടം അല്ലെങ്കിൽ അൻവറിന്റെ യുദ്ധം ഇനി എന്താവും, യുദ്ധമുറ എന്താവുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. അതെ, 4:30 വാർത്താ സമ്മേളനം നിലമ്പൂരിൽ വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പരസ്യ പ്രസ്താവന പാടില്ല എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇതെല്ലാം ലംഘിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ തന്നെ പരിഹസിച്ചുകൊണ്ട് അൻവർ അത് ലംഘിക്കുന്ന കാഴ്ച കണ്ടത്. ഇത് RSSും ADGPയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം നടത്തണമെന്ന മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അങ്ങനെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, അത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ പകൽ പോലെ വ്യക്തമാണ്, അതുകൊണ്ട് തന്നെ എന്ത് അന്വേഷണമാണ്, അത് ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അൻവർ ആ പരസ്യ പ്രസ്താവന ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തെ തന്നെ ലംഘിച്ചത്. ഇന്നത് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് മാറുന്നു. 4:30 കാണുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിശ്വാസത്തിന്റെയും വിധേയത്വത്തിന്റെയും മുകളിലാണ് ആത്മാഭിമാനം, അത് തനിക്ക് ഇത്തിരി കൂടുതലുണ്ട് എന്നും നീതിയില്ലെങ്കിൽ തീയാവുക എന്നുള്ളതുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ADGPക്കെതിരെയുള്ള റിപ്പോർട്ട് വന്ന് അത് തനിക്ക് അത് അനുകൂലമല്ല, അതിൽ യാതൊരു വിധത്തിലുള്ള നീതിയുമില്ലെങ്കിൽ മാത്രം പ്രതികരിക്കുമെന്ന് പറഞ്ഞിരുന്ന അൻവറാണ് വീണ്ടും വീണ്ടും ഈ പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്ക് ഒരു തലവേദനയാണ്. ഏത് രീതിയിലായിരിക്കും ഇതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ചർച്ച പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ സജീവമാണ്. കാരണം പാർട്ടി അംഗം അല്ലെങ്കിൽ പോലും ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗം വിളിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ്, താക്കീത് നൽകണം എന്നൊരു ആവശ്യമാണ് പാർട്ടി തന്നെ ഉയർന്നിരിക്കുന്നത്. കാരണം പാർലമെന്ററി യോഗത്തിലെ അംഗമാണ് അൻവർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം. ഇതിൽ എന്ത് നിർണായക നീക്കം അൻവർ നടത്തും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ കൂടുതൽ ഇടത് സ്വതന്ത്രരായി മത്സരിച്ചിരുന്ന കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിക്ക് എതിരെ എന്നുള്ളതും രാഷ്ട്രീയ കേരളത്തിൽ ഒരു പുതിയ ചലനമായി തന്നെ വ്യാഖ്യാനിക്കാം. തിരൂരങ്ങാടിയിലെ ഇടത് സ്വതന്ത്രരായി മത്സരിച്ചിരുന്ന നിയാസ് പുളിക്കലകത്താണ് ഇന്ന് രംഗത്ത് വന്നത്. രാജാവ് നഗ്നനാണ് എന്ന് പറയണം, അതിന് നേതൃത്വത്തിന് ആർജവമില്ലെങ്കിൽ അണികൾ അത് ഏറ്റെടുക്കുമെന്നുള്ള അതിരൂക്ഷ വിമർശനം തന്നെയാണ് പരോക്ഷമായെങ്കിലും മുഖ്യമന്ത്രിക്ക് നേരെ പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്ന എല്ലാവർക്കും ഇതാരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വാർത്ത, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് നിയാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നത് ആരായാലും അവർക്കെതിരെ അവരെ കടക്കുപുറത്ത് എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെതിരെ ഏത് രീതിയിലായിരിക്കും ഇനി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അൻവറിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പാർട്ടിയിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി പാർട്ടി തന്നെ പുറത്താക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കുക, അങ്ങനെ ഒരു ഇരവാദം വയ്ക്കുക എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെ പാർട്ടി ചവിട്ടി പുറത്താക്കിയാൽ പോലും പാർട്ടിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ പറയില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക, ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനകൾ നടത്തുക, പാർട്ടി പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ലംഘിക്കുക, ആ രീതിയിൽ ഒരു നടപടിയിലേക്ക് പോവുക, പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കാനൊക്കെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കാനാണ് അൻവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് നിലവിലെ കാര്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഗൂഗിൾ വിപിൻ, അൻവർ പൊടുന്നനെ ചില ആരോപണങ്ങളുമായി എത്തുന്നു. ആദ്യം മലപ്പുറം SP-ക്കെതിരെയുള്ള ആരോപണം, പിന്നീട് ഇങ്ങോട്ട് ADGP, P ശശി, അങ്ങനെ ആരോപണങ്ങൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഉന്നയിക്കുമ്പോൾ പോലും CPM നേതൃത്വം കാര്യമായി ഇടപെട്ടിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ അൻവറിനെ ആകെ അവജ്ഞയോടെ തള്ളുന്നു, അൻവറിന്റെ ആരോപണങ്ങളെന്ന് പറയുന്ന ഘട്ടം വരെ പരാതി എഴുതി നൽകുന്നു. CPM നേതൃത്വം അത് പരിഗണിക്കുന്നു എന്ന ഒരു ധാരണ പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ഉണ്ടായിരുന്നു. ഇന്നലെയോടുകൂടി അല്ലെങ്കിൽ ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനത്തോടുകൂടി അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. അൻവറിന് ഇനി CPM-ൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി CPM-ന്റെ ഭാഗമായി നിന്ന് മുന്നോട്ട് പോകുക എന്നത് വലിയ ദുഷ്കരമായ ഘട്ടമല്ലേ? അതെ, ADGPക്കെതിരെ PV അൻവർ ഇങ്ങനെ അതിരൂക്ഷമായ വിമർശനം നടത്തുമ്പോഴും P ശശിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ ഇതിൽ ഒരു ശരിയില്ലേ എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു CPM-ലെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു സ്വീകാര്യത വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. ഇതിൽ അർദ്ധശക്തിക്കിടയില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രി ഇതെല്ലാം തന്നെ വെട്ടിയത് എന്നുള്ളതാണ്. ആ ഒരു വാർത്താ സമ്മേളനത്തോടു കൂടി തനിക്ക് എതിർ ശബ്ദമില്ല എന്നുള്ളത് ഉറപ്പിക്കുക കൂടിയാണ് മുഖ്യമന്ത്രി ചെയ്തത്. P ശശിക്കെതിരെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന് നടപടിയെടുക്കാൻ
ഇരിക്കുകയല്ല പി ശശി എന്നുള്ളതും ഒപ്പം തന്നെ അന്വേഷണം കഴിഞ്ഞു മാത്രം ADGPക്കെതിരെ ഒരു നടപടി എന്നുള്ളതും മുഖ്യമന്ത്രി പറഞ്ഞതോടു കൂടിയാണ് കൂടുതൽ CPM നേതാക്കൾ അതിൽ ഒരു തീരുമാനത്തിലെത്തി എന്നതുപോലെ തന്നെ അൻവറിനെതിരെ രംഗത്ത് വരികയും അൻവർ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള തീരുമാനം പറയുകയും ചെയ്തത്. പക്ഷേ അണികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അത് കൂടുതൽ ബോധ്യപ്പെടുന്നതല്ല. നേതൃത്വം ഈ തീരുമാനങ്ങളൊക്കെ പറയുമ്പോഴും അൻവറിന്റെ സ്വീകാര്യത അതുപോലെ തന്നെ നിൽക്കുന്നെന്നുള്ളതാണ്. കാരണം പരസ്യമായി ആരും തന്നെ അൻവറിനെ അനുകൂലിച്ച് അധികം പുറത്തു വരുന്നില്ല എന്നുണ്ടെങ്കിലും മൗനമായി പോലും സോഷ്യൽ മീഡിയയിൽ അടക്കം കിട്ടുന്ന ഒരു സ്വീകാര്യത ഇതാണ് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല? ഇത്ര വലിയ RSS അടക്കമുള്ള സംഘടനയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് പുറത്തു വന്ന സാഹചര്യത്തിൽ പോലും ADGPക്കെതിരെ അന്വേഷണം നടത്തി മാത്രം ഒരു നടപടി എന്തിനാണ് ഇത്രയേറെ സംരക്ഷിക്കുന്നത്? പാർട്ടി ഇങ്ങനെ പ്രതിരോധത്തിലാവുന്നത് എന്തിനാ എന്നൊരു ചോദ്യം പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ തന്നെ ശക്തമാണ്. ഈ ഒരു സ്വീകാര്യത കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അൻവർ എടുക്കുന്ന ഒരു തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസിനെതിരെ ഒന്നും പരസ്യ പ്രസ്താവനയിലേക്ക് ആ സമയത്ത് പോയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ വനം വകുപ്പിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെ വേദിയിൽ വെച്ച് പറയുന്നത് ഇങ്ങനെ പുറത്ത് നടക്കുന്ന വിഷയങ്ങളിലെല്ലാം തന്നെ പ്രസ്താവനകൾ നടത്തുക, അങ്ങനെ CPMനെ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. താൻ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു കേസിനും നീതി ഉണ്ടാവാതിരിക്കാൻ പാടില്ല എന്നുള്ളതിലേക്ക് കൂടി ഇന്നലെ റിദാൻ ബാസിൽ വധക്കേസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അൻവർ പറയുന്നുമുണ്ട്. അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഏത് രീതിയിൽ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ അൻവറിനെതിരെ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിലപാടിലേക്കാണ് എത്തുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പാർലമെന്ററി യോഗം ചേർന്നിട്ടായാലും അൻവറിനെതിരെ കടുത്ത രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പാർട്ടിയെ എത്തിക്കുക എന്നുള്ളതിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ എത്തിച്ച് പുറത്തേക്ക് പോവുകയും അതിൽ താൻ ഒരു സത്യസന്ധമായി നിലകൊണ്ടതിനാണ് തന്നെ പുറത്താക്കിയ എന്നുള്ളൊരു നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് നിലവിൽ ഒരു തന്ത്രം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാജിയിലേക്ക് അൻവർ സ്വമേധയാ പോകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. എന്നാൽ അദ്ദേഹം ഈ പരസ്യ പ്രസ്താവനയോ അല്ലെങ്കിൽ പോലീസിലെ ADGPക്കൊക്കെ എതിരെ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ശക്തമായ തെളിവുകളോടുകൂടി ഉന്നയിക്കാൻ തന്നെയാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നത്. ഗൂഗിൾ വിപിൻ, അൻവർ അപ്രിയനാണ് എല്ലാവർക്കും. കാരണം ഇപ്പോൾ CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും അടക്കം അൻവറിനോട് പ്രീതിയില്ല. പ്രതിപക്ഷത്താണെങ്കിൽ കോൺഗ്രസിനാണെങ്കിലും ലീഗിനാണെങ്കിലും മലപ്പുറത്ത് പ്രത്യേകിച്ച് അൻവറിനോട് താല്പര്യങ്ങളില്ല. ഒരു രാഷ്ട്രീയ അഭയം ആരെങ്കിലും നൽകുമെന്ന സൂചനകളും ഈ ഘട്ടത്തിൽ വരുന്നില്ല. അപ്പോൾ അൻവറിന് മുന്നിൽ ഇനി സാധ്യത ഒറ്റയ്ക്ക് നിന്ന് പോരാടുക അല്ലെങ്കിൽ ഒറ്റയാൾ പോരാട്ടം തുടർന്നു പോവുക എന്നതല്ലാതെ മറ്റു വഴികൾ ഈ ഘട്ടത്തിൽ തെളിയുന്നില്ലല്ലോ. അതെ, സ്വതന്ത്രനായി തന്നെ ഇനി പാർട്ടിയിൽ നിന്ന് കടുത്ത നടപടി ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയോ ഒക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ സ്വതന്ത്രനായി തന്നെ മത്സരിക്കാം എന്നുള്ളതിലേക്ക് തന്നെയാണ് അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളുള്ളത്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പരമാവധി സ്വീകാര്യത ലഭിക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉണ്ടാവുക, അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അൻവർ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അതിന്റെ ഫേസ്ബുക്കിന്റെ കവർ പേജ് മാറ്റുകയും അണികൾക്കൊപ്പമുള്ളതാക്കുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് പരമാവധി പ്രവർത്തകരെ താൻ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്നതിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ കൂടെ നിർത്തുക, പരമാവധി പിന്തുണ വർദ്ധിപ്പിക്കുക എന്നുള്ളതിലേക്കാണ് അൻവറിന്റെ നിലവിലുള്ള ഒരു യാത്ര കാണുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ UDF ഒക്കെ തള്ളി പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് തള്ളി പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു ചർച്ച ഇല്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച വരാതിരിക്കാം എന്നുള്ളത് പൂർണ്ണമായും തള്ളിക്കളയാനും പറ്റുകയില്ല. ഇന്നലെ ഇപ്പോൾ VD സതീശനൊക്കെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഒക്കെ പറയുന്നത് അങ്ങനെ അൻവറിനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ചർച്ചയും UDFനെ സംബന്ധിച്ചിപ്പോൾ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ പിന്നീട് ഒരു UDFന്റെ പിന്തുണയിലേക്കൊക്കെ മാറുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളം സജീവമായി തന്നെ ചർച്ച ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരിക എന്നുള്ളതാണ്. കാരണം പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടെ അവിടെ നിന്ന് ഇനി വേണ്ട ഒരു പിന്തുണ ലഭിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. അത് വനം വകുപ്പിന്റെ പരിപാടിയിൽ അൻവർ പരോക്ഷമായെങ്കിലും സൂചിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ താൻ നിയമസഭയിൽ പറയാൻ വെച്ച കാര്യങ്ങളാണ്. പക്ഷേ അടുത്ത നിയമസഭയിൽ സംസാരിക്കാൻ കഴിയുമോ? അടുത്ത നിയമസഭാ സമ്മേളനം ഒക്ടോബർ 4-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. അതിൽ സംസാരിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം പറഞ്ഞിട്ട് പോകാം എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത നിയമസഭാ സമ്മേളനം വരെ പോലും ഈ ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടി പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതോടെ ഇനി ഒരു സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയാണെങ്കിൽ അതിന് പരമാവധി പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ ADGPക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്.
അറിയാനുള്ളത്. എന്തായാലും 4:30 ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായതാണ്. കാരണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കുന്നു, മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുന്നു, പരസ്യ പ്രസ്താവന തീർച്ചയായും പാടില്ല ഏതായാലും എന്നീ- PV അൻവറിന്റെ നിലപാട് എന്താകുമെന്നത് ശ്രദ്ധേയമാണ്. പാർട്ടി തള്ളിപ്പറഞ്ഞതോടുകൂടി ഇനി പാർട്ടിക്ക് വിധേയനാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടങ്ങിയിരിക്കാൻ അൻവർ തയ്യാറാകുമോ, അതല്ല ഒറ്റയ്ക്കൊരു വഴിവെട്ടി അൻവർ ഇനി ആർക്കൊക്കെതിരെ ആക്രമണങ്ങൾ അയച്ചുവിടും, ഇനി എന്തൊക്കെ പുതിയ വെളിപ്പെടുത്തലുകൾ എന്നെല്ലാം ആകാംക്ഷയുണ്ട്. 4:30 PV അൻവറിന്റെ നിർണായകമായ വാർത്താ സമ്മേളനം.